കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാതി സെൻസസ് നടത്തണമെന്ന പ്രധാന ആവശ്യമുന്നയിച്ചാണ് 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ വേലൻ സമുദായ സംഘടനകളിൽ നിന്നായി 3000-ഓളം പ്രവർത്തകർ പ്രക്ഷോഭത്തിൽ അണിനിരക്കും. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും രാവിലെ 10 മണിക്കാണ് മാർച്ച് തുടങ്ങുന്നത്. വേലൻ ഏകോപന സമിതി നടത്തുന്ന രണ്ടാംഘട്ട സമരത്തിൻ്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനങ്ങൾ നൽകും. യഥാർത്ഥത്തിൽ ഇവിടെ മുന്നോക്ക സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി, ഈ കേരളവും ആദ്യം നടപ്പാക്കി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ തീരുമാനമെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് നടപ്പാക്കി. ഇതൊന്നും നടപ്പാക്കുന്നത് ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള അല്ലെ സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഒരു ഉപാധിയല്ല. സംവരണം എന്ന ഭരണഘടനാദത്തമായി അധികാരങ്ങളിലും വിഭവങ്ങളും ഇന്ന് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഡോക്ടർ B.R. അംബേദ്കർ സംവരണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ സംവരണം അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞങ്ങളുടെ ഈ പരിപാടി നടക്കുന്നത് ഈ മെയ് മാസം 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകർ, ഏകദേശം 3000-ലധികം ആളുകൾ പങ്കെടുക്കും. ഇന്ന് അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള സംഘടനയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ നിന്നുള്ള നേതാക്കളടക്കം ഏകദേശം 3000-നും 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന തരത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. SC പ്രൊമോട്ടർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ഹോം സർവേ നിർത്തിവെക്കുക, മുടങ്ങിക്കിടക്കുന്ന ഈ ഗ്രാന്റ് എത്രയും വേഗം വിതരണം ചെയ്യുക, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCയെ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. സംവരണം അട്ടിമറിച്ചുള്ള താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജീവ് നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. KK ശശി, R മുരളി, PG കമലാസനൻ, സജി തായമംഗലം തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.